നമസ്കാരം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടം ഇന്നലെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് അന്വേഷണം നടന്നുവരികയാണ്. ആലപ്പുഴ ചേർത്തല കടക്കരപ്പള്ളിയിലാണ് ഇന്നലെ സംഭവം. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജയമ്മയുടെ തിരോധാന കേസിലെ അന്വേഷണത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തിനിടയിലാണ് 1 വർഷത്തോളം പഴക്കമുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 2024 ജയമയെ കാണാതായത്. കഴിഞ്ഞ മാസം ക്രൈംബ്രാഞ്ച് കേസ് റീ-രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുനരാരംഭിക്കുകയായിരുന്നു. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കലിൽ നിന്ന് കാണാതായ ബിന്ദുവിന്റെ തിരോധാനത്തിൽ പ്രധാന പ്രതി സെബാസ്റ്റ്യന് നുണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് കേസിൽ നിർണായക വഴിത്തിരിവ്. ബിന്ദു പത്മനാഭന് പുറമെ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജയമ്മ എന്നീ കേസുകളിൽ ആരോപണ വിധേയനായ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ ബിന്ദു പത്മനാഭന്റെ മൃതദേഹം തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുവതിയെ കാണാനില്ലെന്ന് കാണിച്ചുകൊണ്ട് തന്നെ സഹോദരൻ പരാതി നൽകിയിരുന്നു. ആദ്യം പട്ടണക്കാട് പോലീസും കുത്തിയത്തോട് സിഐയും ചേർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ നസീം അന്വേഷണം നടത്തിയിരുന്നു. തുടർന്നാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്.